ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെയിൻ വേർബ്സ് ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് പഠിച്ചു, ഇസാമർ വാസ് വോർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ വേർബ്സ് ആണ്. മെയിൻ വേർബ്സ് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റെഗുലർ വേർബ്സും സെക്കൻഡ് വൺ ഇറഗുലർ വേർബ്സും. അപ്പോൾ ഈ റെഗുലർ വേർബ്സ് എന്താണ്, അത് ഈസിയാണ് നമ്മൾക്ക് പഠിക്കാൻ. അതിന് മുന്നേ 4 ടൈപ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ 4 ടൈപ്സ് ഓഫ് വേർബ്സ്? V1, V2, V3, V4. V1 എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു പേരുകളുണ്ട്. അതായത് V1ന്റെ പേരെന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് എന്നാണ്, അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അല്ലേ. V2ന്റെ പേരെന്താണ്? പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഇനി V3നെ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. അത് എങ്ങനെയാണ് ഇതിന്റെ പാർട്ടിസിപ്പിൾ എന്ന പേര് വരുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ V4ന്റെ പേരെന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇനി ഈ വേർബ്സ്, ഈ മെയിൻ വേർബ്സ് 2 ടൈപ്സ് ഉണ്ട്. അതായത് റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും. റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ V2ഉം V3യും സെയിം ആയിരിക്കും, EDയിലൊക്കെ അവസാനിക്കുള്ളൂ. ഇനി പക്ഷെ ഇറഗുലർ വേർബ്സ് അങ്ങനെയല്ല. മിക്ക സ്റ്റുഡൻസിനും അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് കുറച്ച് ടഫാണ്. അതിന്റെ V2ഉം V3യും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം സപ്പോസ് ഇപ്പം നമ്മളുടെ റെഗുലർ വേർബ്സിൽ വോക്ക് എന്ന് പറഞ്ഞു, അപ്പം അത് V1ലാണ് അല്ലേ. V1 എന്ന് പറയുമ്പോൾ EDയോ INGയോ ഒന്നും ഉണ്ടാവില്ല, ബെയറായിട്ടുള്ളൊരു വേർഡായിരിക്കും V1ൽ കിടക്കുന്നത്, വോക്ക്. അപ്പം വോക്ക് എന്ന് പറയുന്നത് V1 ആണ്. അത് നമ്മൾ V2ലാക്കുമ്പോൾ എന്ത് പറയും? വോക്ഡ്. നമ്മൾ ED ചേർത്ത് പറയും അല്ലേ. ഇനി അത് V3ലാക്കുമ്പോൾ അത് തന്നെയാണ്, V2ൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അല്ലേ, ED ചേർത്തിരുന്നു, വോക്ഡ്. ഇനി V4 ഈസിയാണ്, ഒരു ING ചേർത്താൽ മതി. എല്ലാ V4 വേർബ്സും പഠിക്കാൻ ഈസിയാണ്, ING ചേർത്താൽ മതി, വാക്കിംഗ്. കണ്ടോ? അതുപോലെ വേറൊരു റെഗുലർ വേർബാണ് പ്ലേ. V1ലാണ്. അതിൻ്റെ V2 എന്താണ്? പ്ലേഡ്. അതിൻ്റെ V3 എന്താണ്? പ്ലേഡ് തന്നെ. V4 എന്താണ്? പ്ലേ. അപ്പൊ ഇങ്ങനെയാണ്, ഈസിയാണ് റെഗുലർ വേർബ്സ്. ബട്ട് ഇറഗുലർ വേർബ്സ് അങ്ങനെയല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ V2ഉം V3 ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറഗുലർ വേർബ്സിന്റെ ഇപ്പൊ സപ്പോസ് ഗോ എന്ന് പറയുന്നത് V1ലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ V2 എന്ത് പറയും? വെന്റ് അല്ലെ. അപ്പൊ ഇനി V3 എന്ത് പറയും? ഗോൺ. ഇനി അതിന്റെ V4 എന്താണ്? ഗോയിങ്. അപ്പൊ ഗോ, വെന്റ്, ഗോൺ, ഗോയിങ്. അപ്പൊ V4 ഒക്കെ മിക്കതും INGയിലായിരിക്കും. ബട്ട് V2ഉം V3യും ഡിഫറെന്റ് വരും. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും പഠിക്കാനായിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നത് അല്ലെ, റെഗുലർ വേർബ്സ്. പിന്നെ കമ്മിന്റെ V1ലാണ് കിടക്കുന്നത്. അത് V2 എന്താണ്? കെയിം അല്ലെ. അതിന്റെ V3 എന്താണ്? കം തന്നെയാണ് അല്ലെ. പിന്നെ എന്താണ്? V4 കമ്മിങ്. അപ്പൊ റെഗുലർ വേർബ്സ് ഇറഗുലർ വേർബ്സ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ വേർബിനെ നമ്മൾ V3ക്കും V4നെയും നമ്മൾ പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ടിൽ ദെൻ ബൈ.